ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനീസിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോയിലും ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ തന്നെ ആയിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുന്ന ഐറ്റംസിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഭാഗം അതിനകത്തില്ലായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വലിയൊരു ബാലൻസ് ഷീറ്റാണ്. അതിൽ അത്യാവശ്യം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ, ഈ ചാപ്റ്ററിനെ കുറിച്ച് 3 വീഡിയോകളാണ് ചെയ്തിട്ടുള്ളത്. അത് 3 കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം അതിൽ പറയുന്ന കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് റിപ്പീറ്റ് ചെയ്ത് കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ പ്രാക്ടിക്കൽ പ്രോബ്ലം 7 ആണ്. ഇവിടെ എക്സൽ ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് ₹2,50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഇവിടെ പറയുന്നത് എക്സൽ ലിമിറ്റഡ് എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് 2,50,000 ഇക്വിറ്റി ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഷെയറിൻ്റെ വില ₹10. ആ രീതിയിലാണ് അവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓഫ് വിച്ച് അതിൽ 1,50,000 ഇക്വിറ്റി ഷെയർസ് ഹാഡ് ബിൻ ഇഷ്യൂഡ്. 1,50,000 ഇക്വിറ്റി ഷെയർസ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദ ഫോളോയിങ് ബാലൻസ് ഹാവ് ബീൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് സെഡ് കമ്പനി ആസ് ഓൺ 31st March 2018. ഫ്രണ്ട്സ്, ഇതാണ് ഡീറ്റെയിൽസ്. ക്യാഷ് ഇൻ ഹാൻഡ്, sundry creditors, provision for contingencies, 6% government securities, revenue reserve, profit and loss statement, surplus, secured loan from bank, public deposit, unsecured ആണ്, short term borrowings, balance and deposit with excise authorities, goodwill, brands, advances for expenses, office equipments, stores and spares, security deposit for connections, money received against share warrants, other non-current assets, computer software, loose tools, sundry debtors, share capital 1,50,000 shares of ₹6 paid up. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറയാം. അൺക്ലെയിംഡ് ഡിവിഡൻഡ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ബിൽഡിംഗ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ബാങ്ക് ബാലൻസ്, ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ഫോർ 90 days, കറണ്ട് അക്കൗണ്ട്, മിഷനറി, furniture and fixtures, share issue expenses, interest accrued and due on borrowings, 7% 5 years infra bonds. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, ഫ്രം ദ എബോവ് ബാലൻസ് പ്രിപ്പയർ കമ്പനീസ് ബാലൻസ് ഷീറ്റ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. ദ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ വിൽ ഡിസ്കൗണ്ടഡ് ബട്ട് നോട്ട് മച്ചുവേർഡ് ₹40,000. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ്, ഇതിൽ നിന്ന് ലയബിലിറ്റി കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്ത്, കറണ്ട് ലയബിലിറ്റി, ഫിക്സ്ഡ് ലയബിലിറ്റി, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതണം. അതേപോലെ അസറ്റും കാറ്റഗറൈസ് ചെയ്ത് കൃത്യമായ ഫോർമാറ്റിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റ് വരച്ചു. അതിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം. അതിൽ ഫസ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന ഹെഡിങ് കൊടുത്ത് ലയബിലിറ്റിയിൽ അതിൽ ഒന്നാമത്തത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് എഴുതി. അതിൽ ഒന്നാമത്തെ ഐറ്റം ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റൽ നമുക്ക് നോട്ട്സ് വരുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഐറ്റംസിൻ്റെ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ആദ്യം പറയുന്നത് മൊത്തത്തിൽ 2,50,000 ഇക്വിറ്റി ഷെയർസും അതിൻ്റെ ഒരു ഷെയറിൻ്റെ വില ₹10 വെച്ചാണ് അവർക്ക് ഓതറൈസേഷൻ കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആദ്യം കാണിക്കണം. അതിൽ നിന്ന് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ₹1,50,000 ഇക്വിറ്റി ഷെയർ ₹10 വെച്ചിട്ട് തന്നെയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കാണിക്കണം. പക്ഷേ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക, 1,50,000 ഷെയർസ് ഓഫ് ₹6 പെയ്ഡ് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1,50,000 ഷെയർ ഇഷ്യൂ ചെയ്തു. അതിൽ ഒരു ഷെയറിൻ്റെ വില ₹10. അതിൽ ₹6 മാത്രമേ പെയ്ഡപ്പ് ആയിട്ടുള്ളൂ. ബാക്കി ₹4 അടയ്ക്കാനുണ്ട് ഷെയർ ഹോൾഡേഴ്സ്. ഇത്രയാണ് ഡീറ്റെയിൽസ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് ഷെയർ ക്യാപിറ്റലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ വർക്ക് നോട്ട് എഴുതാൻ പോവുകയാണ്. നോട്ട്സ് ടു അക്കൗണ്ട്സ് വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഷെയർ ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, അപ്പം നോട്ട് ഒന്നാമത്തെ നോട്ട് നമ്പറാണ് ഇവിടെ. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ എന്നാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതുക. നമ്മൾ പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നോക്കാം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2,50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഓക്കെ, ഇവിടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2,50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഇതാണ് നമുക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ട് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് എൻ്റെ പ്രൊഡക്റ്റാണ് എഴുതേണ്ടത്. 2,50,000 × 10
25 lakhs നമുക്ക് കിട്ടും. ഓക്കെ, 25 lakhs. നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റലാണ്. ഓക്കെ, ഇഷ്യൂഡ് ക്യാപിറ്റൽ അവർ പറയുന്നത് 1,50,000 ഇക്വിറ്റി ഷെയർസ് ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, 1,50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഓക്കെ, അപ്പം 1,50,000 ഇക്വിറ്റി ഷെയർസ് ആണ് അവർ ഇഷ്യൂ ചെയ്തത്. അതിൻ്റെ ഒരു ഷെയറിൻ്റെ വില 10 രൂപ. ഓക്കെ, അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ നമുക്ക് എഴുതാം 1,50,000 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 15 lakhs, 15 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർസ് ആണ് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതും ഇഷ്യൂഡാണ്, ഇതും പബ്ലിക്കിൻ്റെ റിസീവ് ചെയ്തിട്ടുള്ള മണി, ഇഷ്യൂ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട വരില്ല, ഇത് നമ്മൾ ഈ നോട്ട്സ് ടു അക്കൗണ്ടിൽ അണ്ടർലൈൻ ചെയ്ത് നിർത്തുക. ഓക്കെ, ഈ രണ്ട് എമൗണ്ട് ഓതറൈസ്ഡ് ക്യാപിറ്റലും ഇഷ്യൂഡ് ക്യാപിറ്റലും നമ്മൾ എത്രയാണോ അതിൻ്റെ നോട്ട്സ് എഴുതിയിട്ട് അത് അണ്ടർലൈൻ ചെയ്ത് നോട്ട്സ് ടു അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. ഇതിൻ്റെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഈ എമൗണ്ട് എഴുതത്തില്ല, നമ്മൾ പെയ്ഡ് അപ്പ് എമൗണ്ട് മാത്രമേ ബാലൻസ് ഷീറ്റ് എഴുതുള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത് പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതും, പക്ഷേ ഈ കണക്കിൽ നമ്മൾ പറയുന്നുണ്ട് നോട്ട് ഫുള്ളി പെയ്ഡ് അപ്പ്, 6 രൂപയെ പേ ചെയ്തിട്ടുള്ളൂ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ക്യാപിറ്റൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ നോക്കുക, സബ്സ്ക്രൈബ്ഡ് ആൻഡ് not fully paid up capital. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് പേ ചെയ്തിട്ടില്ല. 10 രൂപയിൽ 6 രൂപ മാത്രമേ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ക്യാപിറ്റൽ ഇവിടെ എത്രയാണെന്ന് നോക്കാം. 1,50,000 ഇക്വിറ്റി ഷെയർസ് ആണ്. ഓക്കെ, അതിൽ ഓഫ് ₹10 ഈച്ച്, 10 രൂപ വെച്ചിട്ടാണ് ഒരു ഷെയറിൻ്റെ വില, പക്ഷേ ₹6 കോൾഡ് അപ്പ്. ഓക്കെ, അപ്പം ഈ എമൗണ്ട് ഈ 6, ഇപ്പം ഇവിടെ നോക്കുക 1,50,000 ഇൻറ്റു 6, 6 രൂപ വെച്ച് ആ എമൗണ്ടാണ് നമ്മൾ എന്തായിട്ട് കാണിക്കേണ്ടത്, പെയ്ഡ് അപ്പ് അല്ലെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം 9 lakh rupees എന്ന് വരും. ഓക്കെ, ഈ 9 lakh rupees ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട്സ് ടു അക്കൗണ്ടിൽ നമ്മൾ ഷെയർ ക്യാപിറ്റലിൻ്റെ ബാലൻസ് ഷീറ്റിൽ എമൗണ്ടിൽ വരേണ്ട ഈ 9 ലക്ഷം രൂപ മാത്രമേ ശ്രദ്ധിക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ എടുക്കത്തില്ല, ഇത് നോട്ട്സ് ടു അക്കൗണ്ടിൽ എഴുതി കാണിക്കത്തേ ഉള്ളൂ. അതേപോലെ തന്നെ ഇഷ്യൂഡ് ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതാതെ ഇവിടെ നോട്ട്സ് ടു അക്കൗണ്ടിൽ കാണിക്കത്തേ ഉള്ളൂ. ഇവിടെ എടുക്കുന്നത് സബ്സ്ക്രൈബ് ആൻഡ് നോട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 10 രൂപയിൽ 6 രൂപയാണ് കമ്പനി കോൾ ചെയ്തിരിക്കുന്നത്. ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് മാത്രമേ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കാം. ഇവിടെ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഇവിടെ കമ്പനി ഇഷ്യൂ ചെയ്തത് 10 രൂപയുടെ വിലയുള്ള ഷെയറാണ്. അതിൽ കമ്പനി കോൾ ചെയ്തിരിക്കുന്നത് 6 രൂപയുടെ വരെ കോൾ ചെയ്തിട്ടുള്ളൂ, ബാക്കി 4 രൂപ കോൾ ചെയ്യാൻ കിടക്കുകയാണ്. ആ കോൾ ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ വാല്യൂ അതാണ് എത്രയാണോ അതാണ് നമ്മൾ ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന രീതിയിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോട്ട്സ് നമ്പർ ഇവിടെ എത്രയാണെന്നറിയാം, നമുക്ക് നോട്ട് നമ്പർ ഇവിടെ 1 ആണ്. ആ നോട്ട് നമ്പറാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അറിയാമല്ലോ, നോട്ട് നമ്പറിൻ്റെ ഇവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ നേരെ 1 നമ്പർ ഇട്ടിട്ട് ഇവിടെ 9 ലക്ഷം രൂപ നമ്മൾ എമൗണ്ട് പോലത്തെ കാണിക്കുക, 9 ലക്ഷം രൂപ. ഓക്കെ, ഷെയർ ക്യാപിറ്റലിൻ്റെ കേസ് ഇത്രയേ ഉള്ളൂ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷെയർ ക്യാപിറ്റലിന് ശേഷം ഫോർമാറ്റിൽ പറയുന്ന അനുസരിച്ച് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഐറ്റം റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ് ആണ് നമ്മൾ രണ്ടാമത് എഴുതേണ്ട ഐറ്റം. റിസർവ് ആൻഡ് സർപ്ലസിനും ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് ഐറ്റംസ് നമുക്കുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. മീൻസ് ക്വസ്റ്റ്യനിൽ നമുക്ക് റിസർവ് എന്ന പേരുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ റവന്യൂ റിസർവ്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് സർപ്ലസ്, ഇത് റിസർവിൽ വരുന്ന ഐറ്റമാണ്. റവന്യൂ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് സർപ്ലസ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ഇതൊക്കെ റിസർവ് നമുക്ക് പേരുള്ളതാണ്. ഇതെല്ലാം ഡയറക്റ്റ് നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസിൽ എഴുതാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, നോക്കുക. അതിൽ നിന്ന് ഈ ഷെയർ ഇഷ്യൂ എക്സ്പെൻസ് എന്നൊരു എക്സ്പെൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഈ ഐറ്റത്തിൽ നിന്ന് ഈ റിസർവ് ആൻഡ് സർപ്ലസിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ് ഷെയർ ഇഷ്യൂ എക്സ്പെൻസ്. ഓക്കെ, ഇത് നമ്മൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നോക്കുക, എന്തൊക്കെയായിരുന്നു റവന്യൂ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ സർപ്ലസ് ആണ്. സർപ്ലസ് ആയത് നമ്മൾ ആഡ് ചെയ്യണം. ഇൻ കേസ് ഡെഫിസിറ്റ് ആണെങ്കിൽ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നമ്മൾ ഒന്നാമത്തെ ഷെയർ ക്യാപിറ്റലാണ് നമ്പർ, നമ്മൾ രണ്ടാമത്തെ നോട്ട് നമ്പർ കൊടുക്കുക. ഇവിടെ 2. ഓക്കെ, റിസർവ് ആൻഡ് സർപ്ലസ്. ഓക്കെ, അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് ഓരോന്നോരോന്ന് എഴുതുക. ഓക്കെ, അതിൽ ഒന്നാമത്തത് റിസർവ് ആൻഡ് സർപ്ലസിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് 20,000 രൂപയാണ്, അത് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന ഐറ്റം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആണ്.
അത് 48,000 റുപ്പീസാണ്, 48,000 രൂപ. നെക്സ്റ്റ് പറയുന്നത് റവന്യൂ റിസർവ് ആണ്. റവന്യൂ റിസർവ് ഇവിടെ 10,600 രൂപയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സർപ്ലസ് ആണ്. P&L അക്കൗണ്ട് സർപ്ലസ്. ഓക്കെ, ആ P&L അക്കൗണ്ട് സർപ്ലസ് ഇവിടെ 92,600 ആണ്. ഓക്കെ, ഇത് ഇത്രയും ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളിപ്പോൾ ഈ കേസിൽ തന്നിരിക്കുന്ന ഷെയർ ഇഷ്യൂ എക്സ്പെൻസ് ആണ്, അതേപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ്, അതേപോലെ തന്നെ ഡിവിഡൻഡ് പെയ്ഡ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ റിസർവ് ആൻഡ് സർപ്ലസിലെ റിസർവിൽ നിന്നാണ് അത് മൈനസ് ചെയ്ത് കാണിക്കേണ്ടത്. ഇത് നമ്മളിവിടെ കാണിക്കുക ലെസ് ഷെയർ എക്സ്പെൻസ്. ഓക്കെ, ഇവിടെ 50,000 രൂപയാണ്. 50,000 രൂപ നമ്മൾ പിന്നെ അതിൽ നിന്ന് മൈനസ് ആയതുകൊണ്ട് ഇവിടെ ബ്രാക്കറ്റ് കാണിക്കുക. നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,21,200 എന്ന് കിട്ടും. ഓക്കെ, 1,21,200 എന്നാണ് ഇതിൻ്റെ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ ടോട്ടൽ നോട്ട്സ് ടു അക്കൗണ്ടിലെ ടോട്ടൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ബ്രീഡ് വിചാരിക്കും നമ്മൾ തന്നിരിക്കുന്ന റിസർവ്സ് എന്ന പേരുള്ള ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ബാക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സർപ്ലസ് ആയിട്ട് അതും ആഡ് ബാക്ക് ചെയ്തു. അതിൽ നിന്ന് ഷെയർ ഇഷ്യൂ എക്സ്പെൻസ്, അപ്പോൾ ഈ ഷെയർ ഇഷ്യൂ എക്സ്പെൻസ് ഈ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വേറെ എക്സ്പെൻസ് ഡിവിഡൻഡ് പെയ്ഡ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് വരികയാണെങ്കിൽ അതും ഇതിനകത്തുനിന്ന് ലെസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് നമ്മൾ ടോട്ടൽ ചെയ്തിരിക്കുന്നു. ഈ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് എടുത്തെഴുതും. നോക്കാം, റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ ആ നോട്ട്സ് ടു അക്കൗണ്ട്സിലുള്ള എമൗണ്ട് നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഫോർമാറ്റ് പ്രകാരം നെക്സ്റ്റ് എഴുതേണ്ടത് മണി റിസീവ്ഡ് എഗൈൻസ്റ്റ് ഷെയർ വാറൻസ് ആണ്. അങ്ങനെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതണം. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ഐറ്റംസ് ഉണ്ട്, നമുക്ക് അതെങ്ങനെ നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ മണി റിസീവ്ഡ് എഗൈൻസ്റ്റ് ഷെയർ വാറൻസ് എന്ന് പറഞ്ഞിട്ട് 1,25,000 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ എമൗണ്ട് ആണ് അതിൻ്റെ നേരെ എഴുതേണ്ടത്. നമുക്കത് എഴുതാം. ഇവിടെ നോട്ട്സിൻ്റെ ആവശ്യമില്ല, നോട്ട് നമ്പർ ഇല്ല, എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഐറ്റമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ 1,25,000 റുപ്പീസ് എന്ന് നമ്മൾ ആ എമൗണ്ട് എഴുതുക. ഓക്കെ, മണി റിസീവ്ഡ് എങ്ങനെ ഷെയർ വാൻസിൽ എൻ്റെ നോട്ട്സ് നമ്പർ ഇല്ലാത്ത നോട്ട് നമ്പർ കൊടുത്തില്ല, എമൗണ്ട് ഡയറക്റ്റ് തന്നിരിക്കുന്നുണ്ട് 1,25,000 റുപ്പീസ് എന്ന് എടുത്തെഴുതി. ഓക്കെ, നെക്സ്റ്റ് ഫോർമാറ്റ് പ്രകാരം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എഴുതി, അതിൻ്റെ ഐറ്റംസ് നമ്മൾ എഴുതി, ക്ലാസിഫിക്കേഷൻ എല്ലാം എഴുതി. അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് എന്ന ഹെഡാണ്. അതിൽ അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് ഒരു ഐറ്റം നമ്മൾ ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ എമൗണ്ടിൻ്റെ നേരെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ഹൈഫൻ ഇട്ടേക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് നോൺ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. സി ആയിട്ട് വരേണ്ടത്, ABCയിൽ വരേണ്ടത് നോൺ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. അതിൽ നമുക്ക് ഒന്നാമത്തെ എഴുതേണ്ടത് ലോങ് ടൈം ബോറോയിങ്സ് ആണ്. ഓക്കെ, ലോങ് ടൈം ബോറോയിങ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് നോട്ട്സ് ടു അക്കൗണ്ട്സ് ആവശ്യമാണ്. സെക്യൂർഡ് ലോൺ ഫ്രം ബാങ്ക്, അതുപോലെ തന്നെ പബ്ലിക് ഡെപ്പോസിറ്റ് അൺസെക്യൂർഡ്, ഇത് രണ്ടുമാണ് നമുക്ക് ലോങ് ടൈം ബോറോയിങ്സ് ആയിട്ട് ഇവിടെ ഹെഡിലുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഈ ഹെഡ് വരെ എടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ സെക്യൂർഡ് ലോൺ ഫ്രം ബാങ്കും പബ്ലിക് ഡെപ്പോസിറ്റുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ കാണിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ വേണം നമ്മൾ എമൗണ്ട് കൊടുത്ത് കാണിക്കേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ മൂന്നാമത്തെ നോട്ട് നമ്പർ കൊടുക്കുക, ലോങ് ടൈം ബോറോവിങ്സ്. ഓക്കെ, ലോങ് ടൈം ബോറോവിങ്സ് നമ്മൾ ഹെഡിങ് കൊടുത്തു. അതിലൊന്നാമത്തത് സെക്യൂർഡ് ലോൺ. സെക്യൂർഡ് ലോൺ 28,000 രൂപയാണ്. ഓക്കെ, അതേപോലെ തന്നെ പബ്ലിക് ഡെപ്പോസിറ്റ് ഇത് അൺസെക്യൂർഡ് ആണ്. ആ എമൗണ്ട് നമ്മളിവിടെ 1,80,000. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 2,08,000. ഈ എമൗണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുത്തെഴുതേണ്ട എമൗണ്ട്. ഓക്കെ, ലോങ് ടൈം ബോറോയിങ്സ് രണ്ട് ഐറ്റമാണ് ഉള്ളത്, സെക്യൂർഡ് ലോണും പബ്ലിക് ഡെപ്പോസിറ്റ് അൺസെക്യൂർഡും. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ അവിടെ അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റിൽ എടുത്ത് എഴുതാം. നോക്കാം ഫ്രണ്ട്സ്, ഇവിടെ ലോങ് ടൈം ബോറോയിങ്സിൽ നമ്മൾ നോട്ട് നമ്പർ 3, മൂന്നാമത്തെ നോട്ട് നമ്പറാണ് കൊടുക്കുന്നത്. മൂന്നാമത്തെ നോട്ട്സിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 2,08,000. ഓക്കെ, ഈ എമൗണ്ട് എഴുതുക. ഇത് നിങ്ങൾക്ക് പിടിയിട്ട് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, നമ്മൾ നെക്സ്റ്റ് കറണ്ട് ലൈബിലിറ്റീസ് ആണ് ഡി ആയിട്ട് കൊടുക്കേണ്ട മെയിൻ ഹെഡിങ് കറണ്ട് ലൈബിലിറ്റീസ്. ഇവിടെ നോൺ കറണ്ട് ലൈബിലിറ്റീസ് എഴുതി, ലോങ് ടൈം ബോറോയിങ്സ് ഉള്ളായിരുന്നു. ഫോർമാറ്റ് പ്രകാരം നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത് അതിൽ ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ്. ഇവിടെ ഷോർട്ട് ടേം ബോറോയിങ്സ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നോക്കാം, ഷോർട്ട് ടൈം ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ 75,000 രൂപ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ആ എമൗണ്ട് ആദ്യം എഴുതണം. നോക്കാം, ഇവിടെ നോട്ട്സ് നമ്പറിൻ്റെ ആവശ്യമില്ല, 75,000 റുപ്പീസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് എഴുതുക, 75,000 രൂപ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ട്രേഡ് പേബിൾസ് ആണ്. ട്രേഡ് പേബിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ക്രെഡിറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് നമുക്ക് നോക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ ഇവിടെ എമൗണ്ട് 6,000 രൂപയാണ്. അതാണ് നമ്മുടെ ട്രേഡ് പേബിൾസ് എഴുതേണ്ടത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ക്രെഡിറ്റേഴ്സ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 6,000 രൂപ, അത് ഒറ്റ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ഔട്ടിൽ കാണിക്കുക, അതിൻ്റെ നോട്ട്സ് നമ്പർ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് അതർ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. സിയിൽ അതർ കറണ്ട് ലൈബിലിറ്റീസ്.
ഓക്കെ, ഇതിന് നോട്ട്സ് നമ്പർ ആവശ്യമാണ്. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് നോട്ട്സ് എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ 4ാമത്തെ നോട്ട് നമ്പർ കൊടുക്കുന്നു. നമ്മൾ അത് കറണ്ട് ലയബിലിറ്റീസ് പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. നെക്സ്റ്റ് ഫ്രണ്ട്സ്, നമുക്കിവിടെ 2 അതിൽ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ അൺക്ലൈംഡ് ഡിവിഡൻഡ് ആണ്. ഇവിടെ അൺക്ലൈംഡ് ഡിവിഡൻഡ് 11,000. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് ഡ്യൂ ഓൺ ബോറോവിങ്സ്, ഇത് രണ്ടും നമുക്ക് അതർ കറണ്ട് ലയബിലിറ്റീസ് ഹെഡിൽ എടുക്കാവുന്നതാണ്. നോട്ട്സ് ടു അക്കൗണ്ട്സിൽ അൺക്ലൈംഡ് ഡിവിഡൻഡ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് 11,000 ആണ്. നമ്മൾ ആ 11,000 ഇവിടെ എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് ഡ്യൂ ഓൺ ബോറോവിങ്സ് തന്നിട്ടുണ്ട്. അത് 9,000 രൂപയാണ്. അതും നമ്മൾ ഈ എമൗണ്ട് പോലത്തെ എഴുതുക. ഇതിനുശേഷം ഇത് ടോട്ടൽ ചെയ്യുക. നമുക്ക് 20,000 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ, ഈ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് എടുത്ത് എഴുതാം. ഫ്രണ്ട്സ്, നമ്മൾ അതർ കറണ്ട് ലയബിലിറ്റീസിന് കൊടുത്തു. ഇതിൽ 4ാമത്തെ നോട്ട് നമ്പർ കൊടുക്കുക. നോട്ട് നമ്പർ 4 ആണ്. ഓക്കെ, 20,000 രൂപ. ഓക്കെ, നിങ്ങൾക്ക് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഫോർമാറ്റ് പ്രകാരം ഷോർട്ട് ടേം പ്രൊവിഷൻ ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റിന് ഷോർട്ട് ടേം പ്രൊവിഷൻ ഒന്നും തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് എന്താണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി എന്ന് പറഞ്ഞിട്ട് 40,000 റുപ്പീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ആ ഹെഡിൽ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആകുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഷോർട്ട് ടൈം പ്രൊവിഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു മനസ്സിലാകുന്നതിന് വേണ്ടി ഇവിടെ കൊടുക്കാം. പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി. ഓക്കെ, നമ്മൾ എഴുതിയിട്ട് നമ്മൾ ആ എമൗണ്ട് 40,000 രൂപ എമൗണ്ട് പോലത്തെ എഴുതുക. ഫ്രണ്ട്സ്, ഇത്രയും ഉള്ളൂ ഇതിൻ്റെ ലയബിലിറ്റി സൈഡ്. നമുക്ക് ലയബിലിറ്റി എല്ലാം ഇപ്പോൾ എഴുതി കഴിഞ്ഞു. നമ്മൾ ഷെയർ ക്യാപിറ്റൽ തൊട്ട് നമ്മൾ മുഴുവനായിട്ട് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലയബിലിറ്റിയുടെ ടോട്ടൽ കിട്ടും. ഓക്കെ, നമുക്ക് ലയബിലിറ്റിയുടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14,95,200 എന്നാണ്. ഓക്കെ, 200 നമുക്ക് ടോട്ടൽ ഇവിടെ കാണിക്കാം. ടോട്ടൽ ഓക്കെ, അപ്പോൾ ലയബിലിറ്റി ഇതേപോലെ ക്ലാസിഫൈ ചെയ്ത് നമ്മളിത് ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 14,95,200 രൂപ 14,95,200 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡ് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് അസറ്റ്സ് ആണ്. ഇതിൽ ആദ്യത്തെ ഹെഡ് അസറ്റ്സിൽ തന്നെ നോൺ കറണ്ട് അസറ്റ് അല്ലാത്ത അസറ്റുകളാണ്. അതിൽ ഒന്നാമത്തത് ഫിക്സ്ഡ് അസറ്റ് ആണ്. ഫിക്സ്ഡ് അസറ്റിൽ തന്നെ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് ടാഞ്ചിബിൾ അസറ്റ് ആണ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും അതുപോലെ തന്നെ സ്പർശിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള അസറ്റ്. ഫോർ എക്സാമ്പിൾ ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, നമുക്ക് അത് ക്വസ്റ്റനിൽ ഏതൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിയേക്കാം. ഫ്രണ്ട്സ്, ക്വസ്റ്റനിൽ ബിൽഡിങ്സ് ഫിക്സ്ഡ് അസറ്റ് ആണ്, അതേപോലെ തന്നെ ടാഞ്ചിബിൾ അസറ്റ് ആണ്. അതേപോലെ തന്നെ മിഷനറി അത് ഫിക്സ്ഡ് അസറ്റ് ആണ്, ടാഞ്ചിബിൾ അസറ്റ് ആണ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ടാഞ്ചിബിൾ അസറ്റ് ആണ്, അത് ഫിക്സ്ഡ് അസറ്റ് ആണ്, അറിയാലോ. പിന്നെ നമുക്കുള്ളത് ഓഫീസ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു 90,000 റുപ്പീസിൻ്റെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫിക്സ്ഡ് അസറ്റും ടാഞ്ചിബിൾ അസറ്റിൻ്റെ ഹെഡിൽ വരുന്നതാണ്. നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ടിൽ എഴുതിയിട്ട് ടോട്ടൽ ചെയ്ത് വേണം നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. നോട്ട്സിൽ 5ാമത്തെ നോട്ട് നമ്പർ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഹെഡിങ് ആയിട്ട് ടാഞ്ചിബിൾ അസറ്റ് എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓരോ അസറ്റ് നമ്മൾ ഹെഡായിട്ട് എഴുതുക. ഫ്രണ്ട്സ്, നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് ഹെഡിങ് കൊടുത്തു. അതിനുശേഷം ബിൽഡിംഗ് അതിൻ്റെ വാല്യൂ 3,80,000 രൂപയാണ്. മിഷനറി 1,50,000. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 31,500. ഓഫീസ് എക്യുപ്മെൻറ്റ്സ് 90,000. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എഴുതി. ഇതിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതുക. ടോട്ടൽ എമൗണ്ട് കൂട്ടി എഴുതുമ്പോൾ നമുക്ക് 6,51,500 എന്ന് കിട്ടും. ഓക്കെ, 6,51,500 രൂപ എന്നാണ് നമുക്ക് ഫിക്സ്ഡ് അസറ്റിൻ്റെ അതുപോലെ തന്നെ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റിൻ്റെ ടോട്ടൽ കിട്ടുന്നത്. ഈ എമൗണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ടാഞ്ചിബിൾ അസറ്റിൻ്റെ ഹെഡ് നമ്മൾ എഴുതിയിരുന്നു. ഇവിടെ നോട്ട് നമ്പർ 5 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 6,51,500. 6,51,500 രൂപ നമ്മൾ ഇവിടെ എഴുതി. രണ്ടാമത് ഇവിടെ വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റിൽ വരുന്നത് ഗുഡ് വില്ല് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഹെഡിൽ ഇവിടെ 3 ഐറ്റം നമുക്ക് പ്രധാനമായിട്ടുണ്ട്. നോക്കുക, ഒന്ന് ഗുഡ് വില്ല് ഇൻടാഞ്ചിബിൾ ആണ്. നമുക്ക് ഫിക്സ്ഡ് അസറ്റ് ആണെങ്കിലും നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. അതേപോലെ ബ്രാൻഡ്സ്, അതേപോലെ ഇവിടെ ഉള്ളത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഇതൊരു പുതിയൊരു ഇൻടാഞ്ചിബിൾ അസറ്റിന് ഇതിനു മുമ്പ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിട്ടില്ല. ഇത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന ഹെഡിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന ഹെഡിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ബ്രാൻഡും ഗുഡ് വില്ലും. ഓക്കെ, ഇതിൻ്റെ നോട്ട്സ് എഴുതണം. അതിന് ശേഷം ഇതിൻ്റെ എമൗണ്ട് എല്ലാം ടോട്ടൽ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതി കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നോട്ട്സ് നമ്പർ 6 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് എഴുതി. ഓക്കെ, അതിൽ ഒന്നാമത്തത് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് 1,00,000 രൂപ. അതേപോലെ തന്നെ ബ്രാൻഡ് 30,000 രൂപ 30,000 റുപ്പീസ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇവിടെ 50,000 രൂപ. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ നമുക്ക് വരുന്നത് 1,50,000
80,000 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് എടുത്തെഴുതാം. നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ കീഴിൽ നേരെ നമ്മൾ 6 നോട്ട് നമ്പർ ഇട്ടു. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 1,80,000 രൂപയാണ്. അത് നമ്മൾ എഴുതുന്നത് 1,80,000 രൂപ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഫോർമാറ്റ് പ്രകാരം നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റനിൽ 1-2 ഐറ്റംസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതിന് ശേഷം അത് ടോട്ടൽ ചെയ്തിട്ട് വർക്കിംഗ് നോട്ട് എഴുതണം. അതിന് ശേഷമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റനിൽ 6% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒരു 20,000 റുപ്പീസ്, അതുപോലെ തന്നെ 7% 5 years ഇൻഫ്രാ ബോണ്ട് ഒരു 10,000 റുപ്പീസ്. ഇത് രണ്ടും നമുക്ക് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കറണ്ട് അസറ്റിൻ്റെ കാറ്റഗറി വരുന്നതല്ല ഇത്. ഇവിടെ പെർസെൻറ്റേജ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നുണ്ട്, അതിൻ്റെ ഈ 5 years ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമുക്ക് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഹെഡിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്കിംഗ് നോട്ടിൽ 7ാമത്തെ വർക്കിംഗ് നോട്ട് നമ്പർ ഇട്ടു. അതിനുശേഷം നോൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് എഴുതി, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് എഴുതി. അതിൽ ഒന്നാമത്തത് 6% ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, 20,000 രൂപ. ഓക്കെ, അതിനുശേഷം 7% 5 year ഇൻഫ്രാ ബോണ്ട്. ഓക്കെ, അത് 10,000 റുപ്പീസ്. ഓക്കെ, മൊത്തം 30,000 റുപ്പീസാണ് ഇതിൻ്റെ ടോട്ടലായിട്ട് വരുന്നത്. ഈ എമൗണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുത്തെഴുതേണ്ടത്. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ 7 നമ്മൾ നമ്പർ കൊടുത്തു. അതിനുശേഷം 30,000 രൂപ നമ്മൾ ടോട്ടൽ ആ എമൗണ്ട് എഴുതി. നോട്ട് പ്രകാരമുള്ള 30,000 രൂപ ടോട്ടൽ എമൗണ്ട് നമ്മളിവിടെ എഴുതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ബി ആണ് എഴുതേണ്ടത് മെയിൻ ഹെഡിങ് ആയിട്ട്. അതിൽ വരുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ, കറണ്ട് അസറ്റ്സ്. അതിൽ ഒന്നാമത്തെ വരുന്നത് ഇൻവെൻട്രീസ് ആണ്. ഓക്കെ, ഇൻവെൻട്രീസിൽ നമുക്കിവിടെ കുറച്ച് ഐറ്റം കൂടുതലുണ്ട്. നമ്മളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റനിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇത് ഇൻവെൻട്രിയിലെ ഹെഡിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ലൂസ് ടൂൾസ്, സോൾ ട്രേഡിൽ കണക്കിലൊരു അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അസറ്റ് തന്നെയാണ്, പക്ഷേ ഇത് കറണ്ട് അസറ്റാണ്. ലൂസ് ടൂൾസിനെ കറണ്ട് അസറ്റായിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റോർസ് ആൻഡ് സ്പെയർസ് 23,200, ഇതും ഇൻവെൻട്രിയുടെ ഹെഡിൽ വരുന്നതാണ്. ഓക്കെ, ഏതൊക്കെ ഐറ്റമാണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ്, ലൂസ് ടൂൾസ്, സ്റ്റോർസ് ആൻഡ് സ്പെയർസ്. ഓക്കെ, ഈ 3 ഐറ്റമാണ് നമ്മൾ ഇൻവെൻട്രിയുടെ ഹെഡിൽ എടുക്കേണ്ടത്. ഇത് നോട്ട്സ് ടു അക്കൗണ്ടിൽ കൂട്ടി എടുത്തിട്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ഷീറ്റ് കാണിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഇൻവെൻട്രീസ് എന്ന് ഹെഡ് കൊടുത്ത് നോട്ട് നമ്പർ 8 ആണ്. ഓക്കെ, നമ്മൾ ആദ്യം എഴുതേണ്ടത് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇവിടെ 2,60,000 റുപ്പീസാണ്. 2,60,000 റുപ്പീസ്, 2,60,000. സ്റ്റോർസ് ആൻഡ് സ്പെയർസ്. ഓക്കെ, സ്റ്റോർസ് ആൻഡ് സ്പെയർസ് 23,200 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ലൂസ് ടൂൾസ്. ഓക്കെ, അത് 6,000 റുപ്പീസാണ്. ഓക്കെ, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2,89,200 റുപ്പീസിന് കിട്ടും. ഓക്കെ, ഇൻവെൻട്രീസിൻ്റെ എല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2,89,200 ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുത്തിട്ടുണ്ട് എമൗണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇൻവെൻട്രീസിൻ്റെ നമ്മൾ 8ാമത്തെ നോട്ട് നമ്പർ കൊടുക്കുന്നു. 2,89,200 നമ്മൾ എടുത്തെഴുതുന്നു. ഓക്കെ, ഈ ആയിട്ട് എഴുതേണ്ടത് ട്രേഡ് റിസീവബിൾസ് ആണ്. ഓക്കെ, ഇവിടെ ട്രേഡ് റിസീവബിളുമായിട്ടുള്ളത് ഡെപ്റ്റർ മാത്രമാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ സൺഡേ ഡെപ്റ്റേഴ്സ് 1,20,000 റുപ്പീസാണ് നമുക്ക് ട്രേഡ് റിസീവബിൾ എന്ന ഹെഡിൽ വരുന്നത്. നമുക്കത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്ക് നോട്ടിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട്സിൻ്റെ കാര്യം ഇല്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എഴുതാം. നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ ട്രേഡ് റിസീവബിൾ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡെപ്റ്റേഴ്സ് തന്നെ കൊടുക്കുക. ഓക്കെ, ഡെപ്റ്റേഴ്സ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ആ എമൗണ്ട് 1,20,000 ഇവിടെ എഴുതാം. 1,20,000 റുപ്പീസ്. ഓക്കെ, നോട്ടിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഐറ്റമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരുന്നത് സി ആയിട്ട് വരുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. ഓക്കെ, അതിന് നമുക്കൊരു കൂടുതൽ ഐറ്റം ഉണ്ട്. നമുക്ക് വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. നോക്കാം ഫ്രണ്ട്സ്. ക്വസ്റ്റനിൽ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ഡയറക്റ്റ് എന്നുള്ളത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസിൽ വരുന്ന ഐറ്റമാണ് ക്യാഷ് ഇൻ ഹാൻഡ്. അതേപോലെ തന്നെ ബാങ്ക് ബാലൻസ്. ഓക്കെ, ബാങ്ക് ബാലൻസിന് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഫോർ 90 days, അത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് വരുന്നതാണ്. അതേപോലെ കറണ്ട് അക്കൗണ്ട്. ഈ ഇത്രയും ഐറ്റമാണ് നമ്മൾ പ്രധാനമായിട്ടും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് വരുന്നത്. ഇത് വർക്കിംഗ് നോട്ട് നമ്മൾ കാണിച്ച് ടോട്ടൽ ചെയ്ത് വേണം നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ടത്. നമുക്ക് നോക്കാം. നമ്മൾ 9ാമത്തെ നോട്ട് നമ്പർ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് എന്ന് എഴുതി. ഓക്കെ, അതിൽ ഒന്നാമത്തെ നമ്മൾ എഴുതേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അത് 2,500 രൂപയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഫോർ 90 days.
90 days. ഓക്കെ, ഇത് 25,000 റുപ്പീസാണ്. അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്, അത് 50,000 റുപ്പീസാണ്. ഓക്കെ, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എമൗണ്ട് ആയിട്ട് 77,500 എന്ന് കിട്ടും. 77,500. ഈ എമൗണ്ടാണ് നമ്മൾ ആ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. നോക്കാം ഫ്രണ്ട്സ്, നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അവിടെ നോട്ട് നമ്പർ 9 എന്ന് കൊടുക്കുക. ആ എമൗണ്ടായ 77,500 ഇവിടെ എഴുതുക. ഓക്കെ, ഇത്രയുമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൻ്റെ സൊല്യൂഷൻ. നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിനും കുറച്ച് ഐറ്റം കൂടുതലുണ്ട്. നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നോക്കാം ഫ്രണ്ട്സ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഹെഡിൽ നമുക്ക് പ്രധാനമായിട്ട് 2 ഐറ്റം ഇതിനകത്ത് നിന്ന് എടുക്കാൻ സാധിക്കുന്നത്. ഒന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നൊരു ഹെഡുണ്ട്, അതൊരു 3000 രൂപയുണ്ട്. അത് നമുക്ക് അഡ്വാൻസസ് എന്ന ഹെഡിൽ എടുക്കാം. അതേപോലെ തന്നെ ബാലൻസ് ആൻഡ് ഡെപ്പോസിറ്റ് വിത്ത് എക്സൈസ് അതോറിറ്റി, ആ ഒരു ഹെഡും നമുക്ക് ഈ പറഞ്ഞ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന ഹെഡിൽ എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ നോട്ട്സ് ടു അക്കൗണ്ടിൽ 10ാമത്തെ നോട്ട് നമ്പർ ഇട്ട് ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന ഹെഡിങ് കൊടുത്തു. ബാലൻസ് ആൻഡ് ഡെപ്പോസിറ്റ് വിത്ത് എക്സൈസ് അതോറിറ്റി എഴുതി നമ്മൾ 9,000 റുപ്പീസ് എഴുതി. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർ ഇൻ്റർനെറ്റ് കണക്ഷൻ എഴുതിയിട്ട് 3,000 റുപ്പീസ്. ഓക്കെ, നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന് ശേഷം ടോട്ടൽ ചെയ്യുക 12,000 രൂപ കിട്ടും. ഓക്കെ, ഈ എമൗണ്ടാണ് നമ്മൾ ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന ഹെഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ നോട്ട് നമ്പർ 10 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 12,000 രൂപ. ഓക്കെ, ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസിൻ്റെ 12,000 രൂപ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് അതർ കറണ്ട് അസറ്റാണ്. അതർ അസറ്റ് എന്ന ഹെഡാണ്. ഇവിടെ ഒരു ഐറ്റം കൂടി നമുക്ക് എടുക്കാനുള്ളൂ. നോക്കാം. ഇവിടെ അഡ്വാൻസ് ഫോർ എക്സ്പെൻസസ് എന്ന ഹെഡ് മാത്രമേ നമ്മൾ എടുക്കാതുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഐറ്റം അനുസരിച്ച് ടിക്ക് ചെയ്ത് പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എക്സ്പെൻസിന് അഡ്വാൻസ് കൊടുക്കുന്നത് വെച്ചാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്, കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ അതർ കറണ്ട് അസറ്റിൽ നിന്ന് ഹെഡിൽ നമുക്ക് ഈ ഒരു ഐറ്റം എഴുതാം. ഓക്കെ, ഇതൊരു ഒറ്റ ഐറ്റം ഉള്ളതുകൊണ്ട് നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ടിൻ്റെ കാര്യം വരുന്നില്ല. നമ്മളത് ബ്രാക്കറ്റിൽ കാണിച്ചാൽ മതിയാവും. നോക്കാം. അഡ്വാൻസ് ഫോർ എക്സ്പെൻസ് എന്ന് എഴുതി. ഓക്കെ, അതിൻ്റെ എമൗണ്ട് 10,000 റുപ്പീസാണ്. 10,000 റുപ്പീസ് ഈ എമൗണ്ട് കൊടുത്ത് എഴുതി. ഇവിടെ നോട്ട്സിൻ്റെ ആവശ്യമില്ല, എന്തുകൊണ്ടാണ് ഇവിടെ ഒറ്റ ഐറ്റമേ ഉള്ളൂ. ഇതിന് ശേഷം ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 14,95,200 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ നമ്മൾ ടോട്ടൽ എന്ന് കാണിക്കാം. നോക്കുക, അസറ്റിൻ്റെയും ലയബിലിറ്റിയും എമൗണ്ട് ഇപ്പോൾ ഈക്വലാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വിത്ത് നോട്ട്സ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കീപ് വാച്ചിങ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.